നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ വാരണാസി വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ അയോധ്യയിലേക്ക് പോവുകയാണ്. മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പോകാൻ നേരി വസ്ത്രയുടെ ഡ്രസ്സാണ്. ഇതിൻ്റെ 2-3 സൈസസ് ഇവിടെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് വസ്ത്രയുടെ നമ്പറിൽ. അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിച്ച് നടക്കണ്ട. ഇവിടെ ആകുമ്പോൾ വേദ പറാത്ത പറഞ്ഞു, മിക്സഡ് വെജ് പറാത്ത. ഏട്ടൻ ചോള ഭട്ടൂര പറഞ്ഞു. ഞാൻ വേദയുടെ നിന്ന് ഒരു പറാത്ത ചോളേ എന്താ ഒരു സാധനം, വേദയുടെ നിന്ന് ഒരു പൊറോട്ട വാങ്ങിച്ച് കഴിക്കാമെന്ന് കരുതി നിൽക്കണം. പൊറോട്ടയുടെ ഒരു പീസ് അത് 2 in 1 ആക്കി തരാമെന്ന് പറഞ്ഞു. 1 in 2 2 in 1. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 3 ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ കേട്ടോ കഴിച്ചത്. പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാണ്ട് റൂം എടുത്തത് കേട്ടോ. പക്ഷേ ഈ 3 ദിവസം ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇപ്പോൾ കരുതുന്നു ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് റൂം എടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ബൊഫയായിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇഷ്ടാനുസരണം കഴിക്കാമായിരുന്നു. ഇത് ഇത്രയും മാത്രം കഴിച്ചതിന് തന്നെ 350 രൂപ ബില്ല് വന്നു കേട്ടോ. ഒരു ചോള ഭട്ടൂരയും ആകെ ഒരു വെജ് മിക്സ് പറാത്തയും മാത്രമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. 350 രൂപ ബില്ല് വന്നു. കഴിഞ്ഞ ദിവസവും ബ്രെഡും ഇതൊക്കെ എന്ത് കഴിച്ചാലും 350 രൂപയാണ് ഇവിടുത്തെ ബില്ലിൻ്റെ കണക്കെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വേദ ബ്രെഡ് മാത്രമാണ് വാങ്ങിച്ചത്, എന്നിട്ട് ഈ ഒരു എമൗണ്ട് വന്നു കേട്ടോ. എന്തായാലും ഫുഡ് കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഭട്ടൂര ആയാലും നമ്മുടെ പറാത്തയൊക്കെ ആയിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ഉപ്മാവൊക്കെ കഴിച്ചിട്ടും എല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല. ടേസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ആ ഒരു എമൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ അധികം ബുദ്ധിമുട്ടൊന്നും അനുഭവിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഫുഡിൻ്റെ കാര്യത്തിനാണ് ഒരു പ്രശ്നം വരുന്നത്. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കെട്ടിയൊക്കെയാണ് വന്നത്. പക്ഷെ അതൊന്നും അധികം എടുക്കേണ്ടി വന്നില്ല. പിന്നെ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എടുത്തല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, റൂം ചെക്കൗട്ട് ചെയ്തു. നമ്മൾ ഇറങ്ങി 10:15 കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഹോട്ടൽ അത്യാവശ്യം നല്ല ഹോട്ടലാണ്. ഒരു 4000 അടുപ്പിച്ച് റൂം റെൻ്റൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനൊരു ടൂറിസ്റ്റ് ഏരിയയിൽ അറ്റ്ലീസ്റ്റ് ഇത്രയും നല്ലൊരു റൂമെങ്കിലും കിട്ടണമെങ്കിൽ ആ ഒരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്ന് റൂമൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക. ഹോട്ടൽ അലോഖ കാശി എന്നാണ്. ഇവിടെ നിന്ന് ഒരു 6-8 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ടെമ്പിളിലേക്ക് ദൂരം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാവേ. ടാറ്റാ ബൈ കാശി. ഇനി ഒരു വരക്കം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. വരക്കം ചാൻസ് കുറവാണ്. എങ്കിലും വരാൻ പറ്റി. എല്ലാ സ്ഥലങ്ങളും മാക്സിമം പോവേണ്ട സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തു. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. അടുത്തന്നെ കാശി ഭഗവാന്റെ നാട്ടിൽ നിന്നും മണ്ണിൽ നിന്നും രാമൻ്റെ നാട്ടിലേക്ക് പോവാണ്. ടു അയോധ്യ. 10:45 കേട്ടോ. നല്ല മഞ്ഞുണ്ട്. ക്യാമറയിൽ അത്രയും കാണുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഞ്ഞുണ്ട് കേട്ടോ. റോഡൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിൽ മഞ്ഞുണ്ട്. ചായ കുടിക്കാറിങ്ങി. നല്ല തണുപ്പുണ്ട്. തണുപ്പല്ല, മഞ്ഞ്. ഇത് ഇട്ട് വച്ചിരുന്നതായിരുന്നു. കുഴപ്പമില്ല. ഇവിടെയൊക്കെ തോട്ടമൊന്ന് കൃഷിയാണ് കേട്ടോ. ജമന്തി അവിടെയൊക്കെ ഇത് നിൽപ്പുണ്ട്. കടുക്, ജമന്തി, വേറെന്തൊക്കെയോ കൃഷികളുണ്ട്. നല്ല മഞ്ഞുണ്ട്, നല്ല മഞ്ഞ്. വേദ വിളിച്ചിട്ട് വരുന്നില്ല. ഇവിടെ നിന്ന് നമ്മുടെ വാരണാസിയിൽ നിന്ന് ഒരു 4 മണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ അയോധ്യ. ലക്നൗവിനടുത്താണ്. ഉത്തർപ്രദേശിൻ്റെ ക്യാപിറ്റൽ അല്ലേ ലക്നൗ. അയോധ്യ എന്നൊരു 100 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ അല്ലേ ലക്നൗ. 100 ഇല്ലെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ടൊക്കെ. ഇത് അവിടെ ഇത് കടുക് പാടം. സ്ട്രൈറ്റ് ഉടനെ ഇത് വേദ എന്നല്ല പറയണ. എന്താ അങ്കിൾ ചിപ്സ്. ഇതൊരെണ്ണം വേദയ്ക്ക് വാങ്ങിക്കാം. വേദയ്ക്ക് ഒരു അങ്കിൾ ചിപ്സ് അവിടെ ഉണന്ന് കിടപ്പുണ്ട്. വേണ്ടേ? നോക്ക്, അടുക്കി പറക്കി വെച്ചേക്കുന്നത്. ഇടയ്ക്കുള്ള സ്നാക്സ് കഴിക്കാനുള്ളത്. നമുക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കും. സമയം 12 മണിയാട്ടോ. 12:05. ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കിക്കേ, ഭയങ്കര മഞ്ഞട്ടോ. ഈ പോകുന്ന റൂട്ടിൽ ഈ 12 മണി വരെ ഇത്രയും മഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഇപ്പോഴും കണ്ടില്ല.
12 മണി സമയത്ത് നമ്മൾ അയോധ്യയിൽ പോകുന്ന വാരണാസിയിൽ നിന്ന് അയോധ്യയിൽ പോകുന്ന റൂട്ടിലുള്ള മഞ്ഞാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു പാടം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇതാണ് കടുക് കൃഷി കേട്ടോ. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളാണ്, യൂട്യൂബ് ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണ് പരിചയപ്പെടുത്തി തന്നത് അത് കടുക് പാടമാണ് എന്നുള്ളത്. പിന്നെ നമ്മുടെ റിലേറ്റീവ് വീണ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ട് കേട്ടോ. വീണ ചേച്ചിയും പറഞ്ഞു, ചേച്ചി മധ്യപ്രദേശിലായിരുന്നു കുറച്ച് നാൾ, മധ്യപ്രദേശിലോ മധ്യപ്രദേശിലായിരുന്നു. അപ്പോൾ ചേച്ചിയും പറഞ്ഞു തന്നായിരുന്നു ഇവിടെ ആ കൃഷി. ഇതെന്ത് കൃഷിയാണ്? ഇവിടെ എന്തോ ഒരു പുല്ല് നട്ടിരിക്കുക കേട്ടോ. നെല്ലല്ല, വേറെ എന്തോ കൃഷിയാണ്. 2 സൈഡിലും നിറയെ കൃഷിയായിട്ട് ഭയങ്കര രസം. അതും കണ്ട് ഈ മഞ്ഞ് നിങ്ങളൊന്ന് 12 മണി സമയത്ത് നോർത്തിലെ ഉത്തർപ്രദേശിലെ ഈ ഒരു സൈഡിലെ മഞ്ഞും ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ജസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇത് രസം നോക്കൊരു വീട് ഇവിടെ, അതിൻ്റെ ഇതിൻ്റെയൊക്കെ നടുക്കൊരു കുഞ്ഞു വീടും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര മഞ്ഞെന്ന് പറഞ്ഞാൽ അതിഭീകര മഞ്ഞ് കണ്ടുകൂടാ. ഇത് എവിടെയൊക്കെ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. എനിക്കൊന്നും ക്യാമറയിൽ വിസിബിൾ ആയിരിക്കും, പക്ഷെ നമുക്കത് കാണാൻ കുറച്ച് നേരിട്ട് കാണുമ്പോൾ ഒട്ടും കണ്ടുകൂടാ. നിറയെ മഞ്ഞായിട്ട് നിൽക്കുകയാണ്, ഒന്നും കണ്ടുകൂടാ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ മാത്രം ഇറങ്ങിയതാണേ. ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. തണുപ്പുണ്ടാവും കേട്ടോ. പിന്നെ ഇതേത് ഗ്രാമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഗ്രാമമാണെങ്കിലും നല്ല ഹൈവേ റോഡാട്ടോ. പക്ഷേ കൃഷിയൊക്കെ നിറയെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മധുരയിൽ പോയ പോലെ 2 സൈഡിലും നിറയെ കടുക് പാടമൊക്കെ ആയിട്ട് കൃഷിയുണ്ട്. ഇത്രയും സമയം വരെ അത് കണ്ടില്ല, പക്ഷെ ഇപ്പം മുതൽ കടുക് പാടമൊക്കെ നിറയെ കണ്ടു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാനൊരു സ്ഥലത്ത് നിർത്തിയേ, കണ്ടിട്ടൊരു നല്ല കട പോലെ തോന്നി. അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തി. സമയം 1 ആയി. ഇപ്പം ഒന്ന് വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ. വലിയ വേദ ജാക്കറ്റ് ഇടാ. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട്. കണ്ടപ്പോൾ വേദയ്ക്ക് സന്തോഷമായി. ആലു പൊറോട്ട, പനീർ പക്കോട, പക്കോട, ബട്ടർ റോസ്റ്റ്, മട്ടർ റോസ്റ്റ്, ആലു ടിക്കി, കോൾഡ് കോഫി, ഫ്രഞ്ച് ടോസ്റ്റ്, പൂരി സബ്ജി എല്ലാം ഉണ്ട്. തണുക്കണം. എന്തോന്ന് ചോദിച്ചേക്കണം? നല്ല തണുപ്പുണ്ട്. സിസിലിംഗ് നൂഡിൽസ്, വെജിറ്റബിൾ, കോണ്ടിനെന്റൽ, ഇന്ത്യൻ മെയിൻ കോഴ്സ്, പനീർ ബട്ടർ മസാല. എനിക്ക് റൊട്ടി മതി. നിനക്ക്? ദാലി റൈത്ത. സാൻഡ്വിച്ച് ഉണ്ടാകുമ്പോൾ അല്ലേ? നോക്ക്, ഉണ്ടാകാൻ ചോദിച്ചേക്കാം. ഉണ്ടാകുന്നോ? വെജ് ഗ്രിൽ सैंडविच, 5 तवा रोटी, ओके तंदूरी रोटी 5। पनीर का क्या क्या है? पनीर में सब कुछ पनीर है, सब्जी है। मलाई पनीर है? मलाई कोफ्ता पनीर, मलाई पनीर नहीं, कढ़ाई पनीर हो जाएगा। एक कढ़ाई पनीर, 5 रोटी और एक वेज ग्रिल सैंडविच। फ्रेंच फ्राइज एक फ्रेंच फ्राइज। കോഫി വേണോ? നിനക്ക് കോഫി വേണോ? ഇപ്പം എന്തോ കോഫി എന്ന് പറയാം. 5 रोटी वेज सैंडविच, फ्रेंच फ्राइज, एक फ्रेंच फ्राइज। ഇവിടെ ചൂട് കൊള്ളാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തായാലും നന്നായി. തണുപ്പുണ്ട്, ചെറിയ തണുപ്പുണ്ട്. ഞാൻ ഇന്ന് വണ്ടി ഇരുന്ന് കരുതി കുറേ ദിവസമല്ല കോഫി കുടിച്ചിട്ടൊന്നും. ഇവിടെ കോഫി ഉണ്ട്, അതെല്ലാം സുഖമുണ്ട്. വേദ എവിടെ ഇരുത്തിയിട്ടാണ് വന്നത്. ആഹാ, കോഫി വന്നു. 40 രൂപയുടെ കോഫി ഇരിക്കുന്നു. ഗ്ലാസ് നോക്ക്. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടാന്തോ, മൈക്ക് വച്ചിട്ട് സിബ് ഇട്ട് വെച്ചിരുന്നു. അവളി പോയി. ഓ കണ്ണിൽ കൂടെ പൊന്നീച്ച പറഞ്ഞു.
ഇത്രയും ചൂടാണെന്ന് കരുതിയില്ല. ഒന്നും കുഴപ്പമില്ല കോഫി. സന്തോഷമായില്ല. മോന്തെത്തി ചിരിച്ചു പോയി. ഇനി ആളുകൾ അത്രയും കമൻറ്റ് ചെയ്യുന്ന ചിരിക്കണില്ല എന്ന്. കൊള്ളാമോ സാൻഡ്വിച്ച്? ഞാൻ വേദയ്ക്ക് ഇതൊക്കെ മതി. വേദയുടെ മുഖം ഇങ്ങനെ ഇരിക്കണം. ഇപ്പോൾ ഇത്രയും സമയം കിടന്ന് ഉറങ്ങായിരുന്നു. ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. അതിൻ്റെതാണ്. വേദൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എണ്ണം റൊട്ടിയും പനീറുമാണ് പറഞ്ഞത്. ഏട്ടൻ പനീർ കൂട്ടില്ല, ഞാൻ പനീർ കൂട്ടും. കുറച്ച് ദിവസമായിട്ട് പനീർ കറിയും കൂട്ടി റൊട്ടി കഴിക്കാൻ കൊതിയാവും. കോഫി തേപ്പേ നമ്മളെ റൊട്ടിയും പനീറും വന്നു. അത്ര വിലയൊന്നും അല്ല, ഒരു രണ്ടാക്കി തന്നേ ഉള്ളൂ. കൊള്ളാവുന്നുള്ളൂ. കടായി പനീർ കുഴപ്പമില്ല, 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 കൊള്ളാം. സ്ട്രൈറ്റ് ഇടും. കൊള്ളാമോ? ഫുഡ് കഴിച്ചു. നേരെ അയോധ്യ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, 60 എത്രയേ ഉള്ളൂ. ഫുഡ് വലിയ കൊള്ളില്ലായിരുന്നു കേട്ടോ. ഇവളുടെ സാൻഡ്വിച്ചും ഫ്രൈസും ഒക്കെ കൊള്ളായിരുന്നു, റൊട്ടിയും കൊള്ളായിരുന്നു, കറി ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ. കോഫി ഒട്ടും കൊള്ളില്ലായിരുന്നു. അവിടെ വെച്ചാരാ നിറയെ ബോട്ടിലിരിക്കണം രണ്ട് സൈഡിലും. നമ്മളിനി അയോധ്യ എത്താൻ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ കുറേ മാർക്കറ്റുകൾ കയറിയാണ് നമ്മൾ വരുന്നത്. മെയിൻ സിറ്റികൾ ടച്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും നിറയെ പച്ചക്കറികളും മറ്റൊക്കെ ആയിട്ടുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് അയോധ്യയിലേക്ക് പോകുന്ന വഴിയാണ്. ഇനിയൊരു 22 കിലോമീറ്റർ ഉള്ളൂ അയോധ്യക്കേക്ക്. അപ്പോൾ നമ്മൾ ഒരു 30 കിലോമീറ്റർ ഉള്ളപ്പോൾ 50 അല്ലേ, 60 തോന്നുന്നു. 60 കിലോമീറ്റർ ഉള്ളപ്പോൾ തിരിഞ്ഞതാണ്. അപ്പം മുതൽ ഇതുപോലെ ഇങ്ങനെ ഓരോരോ ജംഗ്ഷൻ ടച്ച് ചെയ്താണ് പോകുന്നത്. റോഡ് സൈഡിൽ ഫുൾ ഇതുപോലെ ഇങ്ങനെ ചോളം, പിന്നെ കപ്പലണ്ടി. എവിടെ നോക്കിയാലും കപ്പലണ്ടി കേട്ടോ. നമ്മൾ ഡൽഹിയിലൊക്കെ പോയപ്പോഴുണ്ടായിരുന്നു, വാരണാസിയിലും ഉണ്ടായിരുന്നു. പക്ഷെ വാങ്ങിക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. ഈ റോഡാണെങ്കിൽ ഫുൾ കപ്പലണ്ടി ഇങ്ങനെ കൂട്ടിയിട്ടിട്ടാണ് ഇങ്ങനെ വറുത്ത് കൊടുക്കുന്നത് കേട്ടോ. അതായിട്ട് ആ സാധനം എനിക്ക് വാങ്ങിച്ചാൽ പ്ലീസ് നിർത്താൻ പറ്റുമോ? അതവൻ്റെ ഉണ്ട് കേട്ടോ. ഓക്കെ ഞാൻ നോക്കി വെച്ചിരുന്നൊരു സാധനം. ഞാനേ ഒരു സാധനം റീൽസിലൊക്കെ കുറേ നാളായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തൊന്നും അത് കിട്ടില്ല. ഇത് വാരണാസിന്നേ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജംഗ്ഷനുകളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു, പക്ഷെ കാറ് നിർത്താൻ പറ്റാത്തൊരിതായിരുന്നു കേട്ടോ. ഇതേ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. എത്ര രൂപ എന്തോ? कितना रुपये? 50 रुपये किलो. इधर अच्छा कच्चा ഇത് പച്ച ഇത് कैसा गाना है? ഓപ്പൺ ചെയ്തു कैसा है? കഴിച്ചോക്കടാ. ചക്കക്കുരുവിന്റെ ടേസ്റ്റ്. इसका नाम क्या है? सिंगाला. सिंगाला. ओके. ഇത്ര പറഞ്ഞ കിतना? 50 का आधा किलो. अरे किलो 50 രൂപ. 1 കിലോ മതി. 250 ഗ്രാം. भैया कितना? 250 ग्राम. 1 किलो आधा नहीं चाहिए. 25 rupees. 25 rupees. അര കിലോ മാറി പിന്നെ വേണോ? തിന്നു കേട്ടോ, നിന്ന് നോക്കിയോ? കുഴപ്പമില്ല, കൊള്ളായിരുന്നു. എടേ അര കിലോ. ചക്കക്കുരുവിന്റെ ടേസ്റ്റ്. ഇതിനവർ ചമ്മന്തിയൊക്കെ കൊടുക്കുന്നു. ഒന്ന്
फूड में है कैश है ഇതെനിക്ക് ചക്കക്കുരുവിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 5-6 ദിവസം ഇരിക്കുമെന്ന് പറഞ്ഞു. ഇരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് നെട്ടയത്ത് വാങ്ങിച്ചു ചീമയ്ക്ക് കൊണ്ട് കൊടുക്കണമെന്നുണ്ട്. ഇപ്പം ഇരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 50 രൂപ 1 കിലോ. ടേസ്റ്റ് സെയിം ഹേ? नहीं अलग अलग है अलग वो कच्चा हुआ है वो उबला उसका स्वाद अलग आएगा ഇത് വേറെ ടേസ്റ്റ് ആണെന്ന് അതൊന്ന് നോക്കട്ടെ. അപ്പോൾ പച്ചയ്ക്ക് വേറെ ടേസ്റ്റ് ആണെന്ന്. ഇത് വേറെ ടേസ്റ്റ് ആണ്. ഇത് കരിക്ക് കണക്കിരിക്കുന്നു. ആണോ? ഇത് വേണോ നിനക്ക്? എനിക്കിതാണ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഞാൻ കുറച്ച് പൊട്ടിച്ച് വാങ്ങിച്ചോളൂ. എനിക്ക് ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ വെച്ചേക്കാം. വെട്ടി എന്തോ കൃഷി കോളിഫ്ലവർ അല്ല വേണ്ട, കോളിഫ്ലവർ അല്ല, മല്ലിയിലാണ് തോന്നണേ. ഒരു മല്ലിയില പുഴുതെടുക്കുകയാണ്. ആ അത് ക്യാബേജ് ക്യാബേജ്. ഒരു വേലി വെട്ടി തിരിച്ചേക്കണം, അങ്ങോട്ട് പോകാൻ പറ്റൂല. നമ്മളിതേ ഒരു മെയിൻ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീരാം ജന്മഭൂമി. നല്ല ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അയോധ്യ നഗരവുമേയും ആപ്കാ സ്വാഗത് ഹി. എനിക്ക് വായിക്കാനൊക്കെ അറിയാം കേട്ടോ. പറഞ്ഞാലും മനസ്സിലാവും, എഴുതാനും അറിയാം, പക്ഷെ സംസാരിക്കാനും കൂടെ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു 60 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ റോഡ് വന്നു. ആ റോഡ് ഫുൾ ബ്ലോക്ക് ആട്ടോ. എല്ലാം പെട്ടിയെല്ലാം മുകളിൽ കെട്ടി വെച്ച് പോവാണ്. അപ്പം എല്ലാം അയോധ്യയിലേക്ക് പോകുന്ന വണ്ടിയാണ്. അങ്ങോട്ടും ബ്ലോക്കല്ല, നല്ല തിരക്കുള്ള റോഡ്. അങ്ങോട്ടും അതെ ഇങ്ങോട്ടും അതെ, നിറയെ വണ്ടികൾ, പല രജിസ്ട്രേഷൻ. MP, ഒരു കർണാടക വണ്ടി, സൗത്ത് ഇന്ത്യയിൽ അവിടുത്തെ മാത്രം കണ്ടു. ബാക്കിയെല്ലാം ഛത്തീസ്ഗഡ്, ഹരിയാന, ബീഹാർ ഒക്കെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം അയോധ്യ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഈ 60 കിലോമീറ്ററും ദൂരത്തിലും അത്യാവശ്യം തിരക്കോടെ കൂടിയാണ് നമ്മൾ വന്നത്. നമ്മൾ അയോധ്യ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 5-6 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഹോട്ടൽ രാജ് ദർബാർ, ഇവിടെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ അഗോഡ വഴിയാട്ടോ റൂം ബുക്ക് ചെയ്തത്. കാരണം ഞാൻ നല്ല ഡയറക്റ്റ് വിളിച്ചു ഭയങ്കര റേറ്റ് പറഞ്ഞു. അഗോഡയിൽ റേറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തത്. റൂം ഇനി എങ്ങനെയാണെന്ന് കണ്ടറിയാം. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടില്ല, വേറെ ഇഷ്ടമായില്ല. റൂം കണ്ടിട്ട് പറ. റൂം കണ്ട് എന്നിട്ട് കൊള്ളാം, ഫിക്സ് ചെയ്യാം. ആ ഓക്കെ. ബാത്റൂമൊക്കെ കണക്ക് തന്നെ, പിന്നെ ഒരു രാത്രി ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. ഓ ലഗേജ് നമ്മൾ ഒന്ന് അയോധ്യ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അയോധ്യ എന്നാണ് അയാൾ പറഞ്ഞത്. അതെ, ഇങ്ങോട്ട് പോവാമെങ്കിൽ ഇവിടെ വെജിറ്റബിൾ മാർക്കറ്റൊക്കെയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്. അതല്ലേ മെയിൻ ടൗൺ? അതാ ടൗൺ. തൊപ്പി വയ്ക്കാനല്ലേ? ഇവിടുത്തെ മോമോസ് നല്ലതായിരിക്കും. വേണ്ട, ഇത്രയും ദിവസം വയറ് നല്ലതായിട്ട് കൊണ്ടുപോയി. ഇനി വെജിറ്റബിൾസ്. ഇതാണ് ഇവിടുത്തെ ക്യാരറ്റ്, റെഡ് കളർ ക്യാരറ്റ്. ഇവിടുത്തെ മെയിൻ സാധനമാണിത്. മട്ടർ ഹേ. ഇവിടെ എല്ലാ കടകളും എല്ലാം ഉണ്ട് കേട്ടോ. വൃത്തിയും നല്ലപോലെ കുറവുണ്ട്.
തണുപ്പായോണ്ടാണോ എന്നറിയില്ല, ഒട്ടും വൃത്തിയില്ല, എങ്കിൽ സ്മെല്ലും കാര്യങ്ങളും ഇല്ല. അത് വിൻ്റർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സ്മെല്ലില്ല, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. സ്മെല്ലൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നിനും പറ്റില്ല. പക്ഷെ മഴയൊക്കെ ആയ 100 റുപ്യ. 100 എത്ര? എന്ത് നോക്കോ അറിഞ്ഞൂടത്തണ്ടല്ലേ ചോദിച്ചത്. 3 കിലോ 100 രൂപ. നമ്മുടെ ഇവിടെ ഈ മട്ടർ അത്രയും സജീവമല്ല ഇവിടെ, പക്ഷെ എവിടെ തിരിഞ്ഞാലും മട്ടറാണ്. മങ്കീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഫോണ് കൊണ്ടുപോകാതെ നോക്കൊള്ളാം. മധുര പോയപ്പോൾ ഏട്ടൻ്റെ കണ്ണാടിയൊക്കെ കൊണ്ടുപോയി, കണ്ണട കൊണ്ടുപോയി. ഇവിടെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ നാടല്ലേ, ശരിക്ക് കാണും. നമ്മളെ മെയിനായിട്ട് വന്ന മങ്കിയ മെയിനായിട്ട് ടൗൺ, നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ വരും കേട്ടോ. ആ ഒരു സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. നല്ല തിരക്കുള്ളൊരു ടൗൺ കേട്ടോ. കടകളും വണ്ടികളും തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് നല്ല നെയ്യൊക്കെ വേണം പറഞ്ഞ്. പാവ് ബജി കുഞ്ഞു കടയിൽ നിന്ന് ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് പണി കിട്ടാൻ വയ്യ. നല്ല വലിയ കട ഉണ്ടെങ്കിൽ ഒരു പാവ് ബജി കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങോട്ടൊക്കെ നല്ല വലിയ ടൗണാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോവാം. നല്ല നെയ്യുടെ മണം പറഞ്ഞ എവിടെ നിന്നാണെന്ന് അറിയില്ല. നമ്മുടെ ഈസ്റ്റ് ഫോർട്ടൊക്കെ പോലെ അത്രയും തിരക്കില്ലല്ലേടാ, വലിയ തിരക്കില്ല എങ്കിലും ഒരു അത്യാവശ്യം തിരക്കുള്ള ഒരു ടൗണാണ്. ഓ മങ്കി കൊണ്ടുപോയി, അവൻ്റെ ഓറഞ്ച് കൊണ്ടുപോയി, ഓറഞ്ച് എടുത്തോണ്ട് ഓടി. ഭയങ്കര ശല്യം കേട്ടാ. മട്ടറും പൊട്ടറ്റയും അതില്ലാതെ ഒരു കളിയില്ല. അങ്ങനെ മട്ടർ എന്നാണ് ഹിന്ദിയിൽ പറയണത്. അത് തന്നെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇതുപോലൊരു മൺകട നോക്കി നടക്കുമായിരുന്നേ. നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ ഈ മല്ലി മുളക് ഇതൊക്കെ അന്ന് ഞാൻ തട്ടി വെക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാധനം വാങ്ങിക്കണമെന്ന് ഒരു നാളായിട്ട് ഞാൻ കരുതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നി കുറച്ച് വിലക്കുറവ് പോലെ തോന്നാണ്ട്. ഇത് ഇതൊക്കെ എത്ര രൂപ എന്തോ. कितना है? 1 रुपये കണ്ട 1 രൂപ. എനിക്കൊരു 5-6 വാങ്ങിക്കണം. അതൊരുപാട് എല്ലാം നല്ല ഭംഗിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കാണിക്കാം. മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി, പക്ഷെ ഇത് ഒന്ന് തട്ടിയാൽ പോയി. മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി. വീഡിയോ എടുക്കുമ്പോഴേ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ്. അവിടെ ഇല്ല. ഇത് ഇത്രയും 1 രൂപയ്ക്ക് സാധനം കിട്ടൂല. അവിടെയൊക്കെ ഇങ്ങനത്തെ സാധനവും ഇല്ല. ഇത് പൊട്ടിയിരിക്കണം. ഇന്ന് ബഹളം അവിടെ. മാർക്കറ്റിന് 1 2 3 5 6 ഉണ്ട്. 3 रुपये. ഇത് മതിയല്ലേ? ഇതിൻ്റെ ഒരെണ്ണം കൂടെ. ഇത് കൊള്ളാമോ? എണ്ണ ഒഴിച്ച് വയ്ക്കാൻ മതി. അത് മതി. ഇതും 3 रुपया. 5. 5 രൂപയ്ക്ക് ഇത് കിട്ടുമോ? ഇത് വെയിറ്റ് ഇല്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും സാധനം. കേരളമേ അപ്പോ പേപ്പറിൽ പൊതിഞ്ഞു തരാൻ പറ. हिंदी नहीं मालूम. പൈസ അവിടെ ഒരു പേപ്പർ ചോദിച്ചു, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. आपका नाम क्या है? अंशु पत्रदिया. ഇത് ഇങ്ങനെ പൊതിഞ്ഞാലും ഇരിക്കൂല, പൊട്ടിപ്പോവും എന്തോ.
തുണിക്കകത്തെങ്ങാനും വെച്ച്. ഇത് അത്രയും ലോലമായിട്ടുള്ള സാധനമാണ്. ए 10 ए 10 ए 10 ए 2 कितना? 16. ഓ അത് വേറെയാ, സെപ്പറേറ്റാ. ए 2 कितना? 6 रुपये കൊടു. അങ്ങനെ ഞാനിത് ആഗ്രഹിച്ച് വന്ന കാര്യമാണ്. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ ഇങ്ങനെ പ്ലേറ്റ് കൂടെ ഉണ്ടെങ്കിൽ എടുക്കാളായിരുന്നു ചേട്ടാ. വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണ കാണി. വൈകുന്നേരം മാർക്കറ്റാണ് നമ്മളിവിടെ. കിളി കത്തല്ലേ. എന്ത് ബഹളം ഇത്. ഇവിടെ വൈകുന്നേരം സജീവമാകുന്ന ഒരു റൂമിൽ നല്ല തണുപ്പുണ്ട്. പുറത്തൊന്നും വലിയ തണുപ്പില്ല കേട്ടോ. ദോ ചായ. നമ്മളിപ്പം വാങ്ങിച്ചത് പോലത്തെ കപ്പാണ് അവര്. ഇവിടത്തെ കപ്പ് 1 ടൈം യൂസ് ആണ്. 1 രൂപയുള്ളൂ കേട്ടോ കപ്പിനൊക്കെ വില. രണ്ടെണ്ണം മതിന്ന് പറഞ്ഞല്ല. ദോ ചായ. അവിടെ ഒട്ടും വൃത്തിയില്ല. ഈ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ചായ എപ്പോഴെപ്പോഴും കുടിക്കുന്നത്. കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഇഞ്ചി ചായ അല്ലാതെ ഒന്നും ഇങ്ങോട്ടില്ല. അത് തണുപ്പിനെ ഒന്ന് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇഞ്ചി ഇടുന്നത്. ഇപ്പം സമയം എത്ര മണിയായെന്ന് നിങ്ങൾക്കറിയോ? 5:30 മണിയായുള്ളൂ. 5:30 മണി. ഇവിടെ 5 മണിയാകുമ്പോഴേ ഇരുട്ടി തുടങ്ങും. ക്ലൈമറ്റിൻ്റെ ഒരു ഇതാണ്. കണ്ടില്ലേ, 12-1 മണിക്കും 1-1:30 മണി വരെ നല്ല പോലെ മഞ്ഞായിരുന്നു. ഇതുപോലത്തെ ചായക്കപ്പാക്കണം നമ്മുടെ നാട്ടിലും. ഇവിടെ ഉണ്ട് കേട്ടോ ചട്ടികൾ. ഇവിടെ അതായിരിക്കും വില. എല്ലാവരും ചൂട് കായാൻ നിൽക്കുകയാണ്. തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഡിന്നർ ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരുപാട് മോമോസും കീമോസും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. മിക്കവാറും പണി കിട്ടുന്നത് കൊണ്ട് നമുക്കിവിടെ ഹോട്ടലിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി കഴിക്കാം. स्टार्टर ये क्या है? प्याज पकौड़ी. प्याज क्या है? प्याज क्या है? प्याज में कांदा, ऑनियन. ओके. आप लोग कहाँ से हो? नहीं, केरला. ഇവിടെയും പറാത്തയൊക്കെ തന്നെ. പറാത്തയും റൊട്ടിയും തിന്നു മടുത്ത്. ബ്രെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ മാഗി എന്ന് പറഞ്ഞു. എപ്പോഴും മാഗി. ഇന്നലെ 2 പ്രാവശ്യം മാഗി കഴിച്ചു. അത് പിന്നെ വേണ്ടാന്ന്. ഇവിടെ ജംഗ്ഷനിലൊന്നുമില്ല. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ മോമോസ് ഉണ്ട്. വാങ്ങിച്ച് കഴിക്കാൻ സത്യം പറഞ്ഞാൽ വിശ്വാസമില്ല. അപ്പോൾ ഹോട്ടലിലെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ലതാണ്, വാങ്ങി കഴിച്ചോളൂ, ധൈര്യമായിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. വാങ്ങി കഴിച്ചാലേ നല്ല ചൂടോടെ ഉണ്ടാക്കണല്ലേ. അവിടെ എന്തോന്നൊക്കെ ഉണ്ട്. സ്റ്റീംഡ് മോമോസ് ഇല്ല എനിക്കിത്. അവിടെ ആണെങ്കിൽ സ്റ്റീംഡ് ഉണ്ട്. മോമോസ് നെയ് ഇതൊന്നും വേണ്ട. ചോദിച്ചു കൊടുക്ക്. भैया स्टीम्ड मोमोस है? स्टीम्ड खत्म हो गया. ഈ എണ്ണയിലൊന്നും വറുത്താൽ ചിലപ്പോൾ രാത്രി തിന്നാൻ ശരിയാവില്ല.
അങ്ങോട്ട് പോയി ഇവിടെ എങ്ങും വേറെ ഒന്നും കിട്ടാൻ വഴിയില്ല കേട്ടോ. മിക്കവാറും നമ്മളിന്ന് ബ്രെഡ് ഓംലെറ്റ് ആയിരിക്കും കഴിക്കുന്നത്. അവിടെ പറാത്ത ഉച്ചയ്ക്കും റൊട്ടിയാണ് കഴിച്ചത്, രാവിലെ റൊട്ടി. അവിടെ എവിടെയെങ്കിലും ഇവിടെ ബ്രെഡ് ഓംലെറ്റ് പോണ വഴിക്ക് കണ്ടായിരുന്നു, അത് വാങ്ങിച്ച് കഴിക്കാം. ഇന്നൊരു ദിവസം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അണ്ട റോള്, ആംലെറ്റ്, ഉബിള അണ്ട. എനിക്ക് ഉബിള അണ്ട മതി. അണ്ട റൈസ്, അണ്ട റോൾ ഹേ ജി ഉണ്ട്. നേരേക്ക് അണ്ട റോള് മതിയെന്ന്. ഡിന്നർ കഴിച്ചു. ഇനി നമ്മൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങുവാണ്. രാവിലെ 6 മണിക്കുള്ള ദർശനമാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ദർശനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നാളെ പറയാം കേട്ടോ. 6 മണിക്ക് പോകണം. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കണം. ഈ തണുപ്പത്ത് രാവിലെ എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും ഇന്നത്തെ നമ്മൾ അയോധ്യയിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ്. നാളെ അയോധ്യ വിശേഷങ്ങളായിട്ട് കാണാം. ഹാഫ് മൂൺ. ഓക്കെ, നാളെ അയോധ്യ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.